ഹലോ നമസ്കാരം. നമുക്കിന്ന് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഉണ്ണിയപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ചിലപ്പോഴും പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും നമുക്ക് ശരിക്കായിട്ടൊന്നും വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷേ ഈ റെസിപ്പി നിങ്ങൾ എന്നുണ്ടാക്കിയാലും വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ അതിനായിട്ട് ഏകദേശം 250 ഗ്രാംസ് 250 ഗ്രാമാണ് ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രം വെള്ളം എടുത്തിട്ട് നമ്മളതിനെ ഉരുക്കിയെടുക്കണം. പിന്നെ അതേ അളവിൽ തന്നെയാണ് ഞാൻ പഴം ഉപയോഗിച്ചിരിക്കുന്നത്, സെയിം അളവിൽ തന്നെ പച്ചരി. അപ്പോൾ പച്ചരി 250 ഗ്രാം, അതുപോലെ പഴം 250 ഗ്രാം, അതുപോലെ തന്നെ ശർക്കരയും 250 ഗ്രാം. ഇനിയിപ്പോൾ പഴത്തിൻ്റെ എമൗണ്ട് കുറച്ചൊന്ന് കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ് കേട്ടോ. ഇനി ഈ 3 കാര്യങ്ങളും, അതായത് പച്ചരി, പഴം, ശർക്കര, ഇത് മൂന്നും മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം മൂന്നും ഒന്നിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം നമ്മൾ വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുക. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല. നോക്കിയേ, ഇത് കുറച്ചുകൂടെ ഒന്നൊരു തിക്കായിട്ട് വരും. കാരണം ഇതിന് ഞാൻ ഈ മാവിന് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ അരി കുതിർത്തുകയാണെങ്കിൽ ഉച്ചക്ക് അരക്കുന്നു, അതിനുശേഷം വൈകിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം. അതുപോലെ തന്നെ ഈ എള്ള് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ, അതും കൂടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ശർക്കരക്കനുസരിച്ചിട്ടാണ് കേട്ടോ, വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പ് മാത്രം ചേർക്കാം, അധികം വേണ്ട. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇത്ര മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസായി പോവാതെ നോക്കണം. ഇൻ കേസ് നമ്മളെ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ട് തോന്നുന്നു, ഒരല്പം ചൂടുവെള്ളം ചേർത്തിട്ട് അതിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്ത് റെഡിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കോമൻറ്റ്. So see you in the next video. Thank you so much.